ദിയകൃഷ്ണയുടെ കടയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ മ്യൂസിയം പോലീസ് ദിയയുടെ മൊഴിയെടുത്തു. കവടിയാറിലെ ഫ്ളാറ്റിലെത്തിയാണ് മൊഴിയെടുത്തത്. ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുന്നതിന് മുന്നോടിയായാണ് ഈ മൊഴിയെടുപ്പ് 1 മണിക്കൂർ നീണ്ടുനിന്നു. ടിൻഡു ദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, ഇതിന്റെ വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് ദിയകൃഷ്ണയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കടയിൽ നിന്നും പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട പോലീസ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുന്നതിന് മുന്നെയാണ് ഇത്തരത്തിൽ മൊഴിയെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ കേസിൽ പ്രതിഭാഗത്ത് നിൽക്കുന്ന 3 പെൺകുട്ടികളും ഒളിവിലാണ്. അപ്പോൾ അവരെ മൊഴിയെടുക്കുന്നതിനായിട്ട് പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 79 ലക്ഷത്തോളം രൂപ ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ വന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 69 ലക്ഷം രൂപയുടെ 69 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ദിയ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ പോലീസ് കേസ് ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ പെൺകുട്ടികളുടെ മൊഴിയെടുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. അവർ ഒളിവിൽ പോയിട്ടുണ്ട്. കൂടാതെ പെൺകുട്ടികൾ മുൻകൂർ ജാമ്യം സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് എന്നൊരു വിവരവും അറിയാൻ സാധിക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഈ കവടിയാറെ ഫ്ളാറ്റിൽ വന്ന പെൺകുട്ടി ദിയയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. ശരി.